മൊഡ്യൂൾ 5 റിസർവെയർ പ്ലാനിംഗ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മൊഡ്യൂൾ 5 ഡൈവേർഷൻ ആൻഡ് സ്റ്റോറേജ് സിസ്റ്റത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ആൻഡ് റിസർവെയർസിനെ പറ്റി പഠിച്ചു അല്ലെ. റിസർവെയർ സ്റ്റോറേജ് റിസർവെയറിന്റെ പല സോൺസിനെ പറ്റിയൊക്കെ പഠിച്ചു. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ റിസർവെയർ പ്ലാനിങ്ങിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ഉണ്ട്. സ്റ്റോറേജ് കപ്പാസിറ്റി, റിസർവെയറിന്റെ ഈൽഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നു, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ്സ്, അനലിറ്റിക്കൽ ആൻഡ് മാസ് കർവ് മെത്തേഡ്, ഇതൊക്കെ നമ്മൾ ഈ ഒരു പാർട്ടിൽ പഠിക്കുന്നുണ്ട്. നമുക്കിനി ഈ പറഞ്ഞ ഓരോ ടേംസും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെ വരുന്നുണ്ട്. ആ ടേംസ് ഒക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് ബാക്കിയുള്ളത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യം തന്നെ സേഫ് ഈൽഡ്. ഈ ഈൽഡ് അതേപോലെ കപ്പാസിറ്റി ഇതൊക്കെ നമുക്ക് അടുത്ത മൊഡ്യൂളിലും വേണ്ടുന്നതായിട്ടുള്ള ടേംസ് ആണ്. അപ്പൊ എന്താണ് സേഫ് ഈൽഡ് എന്ന് നോക്കാം ആദ്യം. ഇപ്പോൾ ഒരു റിസർവെയറിന്റെ സേഫ് ഈൽഡ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ട് എത്രമാത്രം വെള്ളം വിത്ഡ്രോ ചെയ്യാനായിട്ട് കഴിയും, അതിനെയാണ് നമ്മൾ സേഫ് ഈൽഡ് എന്ന് പറയുന്നത്. ഈൽഡ് എത്ര തരിക എന്ന് പറഞ്ഞാൽ ആ റിസർവെയറിന് എത്ര വാട്ടർ നമുക്ക് അതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് കണക്കാക്കേണ്ടത്. ഓക്കെ, സേഫ് ആയിട്ട് എത്രമാത്രം വാട്ടർ നമുക്ക് ആ ഒരു റിസർവെയറിൽ നിന്ന് വിത്ഡ്രോ ചെയ്യാൻ ഊറ്റിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ഡെപ്ത് വരെയൊക്കെ പോകുമ്പോഴത്തേന് പിന്നെ അങ്ങ് ഡെഡ് സ്റ്റോറേജ് അല്ലെ, മൊത്തം കലക്ക വെള്ളമായിരിക്കും. അത് നമുക്ക് വേറെ ഒന്നിനും കൊള്ളില്ല, അത് അഴുക്ക് വെള്ളമാണ്. അപ്പം അത്രയും വരെ പോവാതെ ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് എത്ര വെള്ളം അതിൽ നിന്ന് എടുക്കാനായിട്ട് കഴിയുന്നു അതിനെയാണ്, അല്ലെങ്കിൽ എത്ര ഈൽഡ് ആ റിസർവെയറിന് നമുക്ക് വേണ്ടിയിട്ട് തരാൻ കഴിയുന്നു അതിനെയാണ് സേഫ് ഈൽഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈൽഡ് ഇസ് എ വോളിയം ഓഫ് വാട്ടർ വിച്ച് ക്യാൻ ബി വിത്ഡ്രോൺ ഫ്രം എ റിസർവെയർ ഇൻ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. അപ്പം നിങ്ങൾക്കറിയാം പല സീസൺ ഉണ്ടാവും. ചിലപ്പോൾ ഡ്രൈ ടൈം ആയിരിക്കും, ചിലപ്പോൾ നല്ല ഇൻഫ്ലോ കിട്ടുന്ന, ഇൻഫ്ലോ എന്ന് പറയുമ്പോൾ പ്രസിപ്പിറ്റേഷൻ ആണ് കൂടുതലും ഉദ്ദേശിക്കുന്നത്. മഴ പെയ്യുമ്പോഴത്തേന് ഇൻഫ്ലോ കൂടുതലായിരിക്കും. അപ്പൊ ആ സമയത്ത് നല്ല കപ്പാസിറ്റി കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അപ്പോൾ ഓരോ പീരീഡിലും നമ്മൾ നോക്കിയാൽ അതിനകത്ത് ആ റിസർവെയറിലുള്ള വെള്ളത്തിന്റെ എമൗണ്ട് ഡിഫറെന്റ് ആയിരിക്കും. അപ്പം വേനൽക്കാലത്ത് നമ്മൾ വിത്ഡ്രോ ചെയ്യുമ്പോൾ എത്ര വരെ മാക്സിമം സേഫ് ആയിട്ട് നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെയൊക്കെയാണ് നമ്മൾ സേഫ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിനും സേഫ് ഫീൽഡ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഏറ്റവും നല്ല മഴ കിട്ടുന്ന ടൈം നോക്കുന്നതിനെക്കാട്ടി ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഡ്രൈ പീരീഡ് നോക്കുന്നതായിരിക്കും നല്ലത്. ആ ഒരു ക്രിട്ടിക്കൽ ഡ്രൈ പീരീഡിൽ നമുക്ക് എത്ര വെള്ളം ആ റിസർവെയറിന് തരാൻ കഴിയുന്നു അതിനെ വേണമെങ്കിൽ നമുക്ക് സേഫ് ഫീൽഡ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള 2-3 ടേംസും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. സെക്കൻഡറി ഈൽഡ്, ആവറേജ് ഈൽഡ് ആൻഡ് ഡിസൈൻ ഈൽഡ്. അപ്പൊ എന്തൊക്കെയാ ഇതൊന്ന് നോക്കാം. ആദ്യം തന്നെ സെക്കൻഡറി ഈൽഡ്. സെക്കൻഡറി ഈൽഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മഴ സമയത്തൊക്കെ ആകുമ്പോഴത്തേന് ആ സ്ട്രീമിലോട്ട് അല്ലെങ്കിൽ റിവറിലോട്ടുള്ള ഇൻഫ്ലോ വളരെ കൂടുതലായിരിക്കും അല്ലെ. മഴവെള്ളം എല്ലാം കൂടെ നിറയുമ്പോഴത്തേന് നല്ല എമൗണ്ട് ഓഫ് വാട്ടർ നമുക്ക് അവിടെ കിട്ടുന്നു. അപ്പം ആ ഒരു ടൈമിൽ, അതായത് ഹൈ ഫ്ലോ ഉള്ള ഒരു ടൈമിൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ റിസർവെയറിൽ അവൈലബിൾ ആണോ അതിനെയാണ് നമ്മൾ സെക്കൻഡറി ഈൽഡ് എന്ന് പറയുന്നത്. സേഫ് ഈൽഡിനെക്കാട്ടി കുറച്ചും കൂടെ ഹയർ എമൗണ്ട് ആയിരിക്കും നമുക്ക് സെക്കൻഡറി ഈൽഡിലൂടെ കിട്ടുന്നത്. കാരണം എന്താ, സേഫ് ഫീൽഡ് നമ്മൾ നോക്കുമ്പോഴത്തേന് ഒരു മാക്സിമം ഒരു ഡ്രൈ ടൈമിലൊക്കെ, ക്രിട്ടിക്കൽ ഡ്രൈ ടൈമിൽ എത്ര സേഫ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു കണക്കാണ്. പക്ഷെ സെക്കൻഡറി ഈൽഡിനകത്താവുമ്പം ഹൈ ഫ്ലോ ഉള്ള ടൈമിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ നമുക്ക് അവൈലബിൾ ആവുന്നു എന്നുള്ളതാണ്. അപ്പൊ രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പം സേഫ് ഈൽഡിനെക്കാട്ടി എന്തുകൊണ്ടും കുറച്ചും കൂടെ കൂടുതലായിരിക്കും സെക്കൻഡറി ഈൽഡിലെ എമൗണ്ട് ഓഫ് വാട്ടർ. ഇനി രണ്ടാമത് ആവറേജ് ഈൽഡ്. ഇപ്പൊ നമുക്ക് സേഫ് ഈൽഡ് എന്താന്ന് മനസ്സിലായി, അതേപോലെ സെക്കൻഡറി ഈൽഡ് എന്താന്ന് മനസ്സിലായി. ഈ 2 ഈൽഡിന്റെയും കൂടെ ഒരു ആവറേജ് വാല്യൂ ആണ് നമ്മുടെ ഈ ആവറേജ് ഈൽഡ് എന്ന് പറയുന്നത്. ദി ആവറേജ് ഈൽഡ് ഇസ് ദി അരിത്തമാറ്റിക് ആവറേജ് ഓഫ് ദി ഫേം ഈൽഡ്. ഫേം ഈൽഡ് എന്ന് പറയുന്നത് സേഫ് ഈൽഡിന്റെ മറ്റൊരു വേർഡാണ്. ഓക്കെ, മറ്റൊരു ടേം ആണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. അപ്പോൾ ഫേം ഈൽഡ് ആൻഡ് ദി സെക്കൻഡറി ഈൽഡ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, അതിനെയാണ് നമ്മൾ ആവറേജ് ഈൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ എടുക്കുമ്പോഴത്തേന് 2 സീസണുമായി അല്ലെ. സേഫ് ഈൽഡിലാണെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ ഡ്രൈ പീരീഡ് നോക്കാം. അതേപോലെ സെക്കൻഡറി ഈൽഡ് ആകുമ്പോഴത്തേനും നല്ല ഇൻടേക്ക് ഉള്ള അല്ലെങ്കിൽ ഹൈ ഫ്ലോ ഉള്ള ടൈം, റെയിനി സീസണും ഡ്രൈ സീസണും, ആ ടോട്ടൽ സീസൺസിന്റെ ആ ഒരു ആവറേജ് വാല്യൂ ആണ് ആവറേജ് ഈൽഡ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് ഡിസൈൻ ഈൽഡ്. ഇപ്പൊ ഡിസൈൻ ഈൽഡ് എന്ന് പറയുന്നത് നമ്മൾ എത്ര ഈൽഡ് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഈ റിസർവെയറിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനിഷ്യലി. അപ്പം നമ്മളൊരു ഏരിയയിൽ ഇപ്പം ഒരു റിസർവെയർ പണിയണം, ഒരു ഡാം കെട്ടണം, അവിടുത്തെ മഴയുടെ ഒക്കെ കണ്ടീഷൻസ് എങ്ങനെ, അവിടെ ഡ്രൈ സീസൺ ആകുമ്പോൾ എത്ര ലെങ്തി ആയിരിക്കും, ഇതെല്ലാം കണക്ക് കൂട്ടി
അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു റിസർവെയർ ഡിസൈൻ ചെയ്യുന്നത് അല്ലേ, അതിൻ്റെ ഒരു കപ്പാസിറ്റി നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ആ ഒരു ഡിസൈനിനാണ് നമ്മൾ അല്ലെങ്കിൽ എത്ര എമൗണ്ടിനാണോ കപ്പാസിറ്റിക്കാണോ നമ്മൾ ആ റിസർവെയർ ഡിസൈൻ ചെയ്തേക്കുന്നത്, അതിൽ നിന്ന് എത്ര ഈൽഡ് കിട്ടണമെന്നാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അതിനെയാണ് ഡിസൈൻ ഈൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിസൈൻ ഈൽഡ് വളരെ ആദ്യം തന്നെ നമ്മളത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വാല്യൂ ആയിരിക്കും. ഓക്കെ, അതായത് നമുക്ക് എത്ര ഈ നേരത്തെ പറഞ്ഞ പോലെ എമൗണ്ട് ഓഫ് ഇൻഫ്ലോ എത്ര കിട്ടുന്നു, എത്ര ചൂടുണ്ട്, അത് കാരണം എത്ര ഇവാപറേഷൻ ലോസ് ഉണ്ടാവുന്നു, പിന്നെ എത്ര വാട്ടർ നമുക്ക് ആവശ്യമാണ്, ഡിമാൻഡ്, ആൾക്കാരുടെ ഡിമാൻഡ്, പല പല ആവശ്യങ്ങൾക്കുള്ള ഡിമാൻഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡൗൺ സ്ട്രീമിലോട്ട് വെള്ളം ഒഴുക്കി വിടുന്നത് അല്ലേ, അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഡിസൈൻ ഈൽഡ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 4 ടേമും ഡിഫറെന്റ് ആണ്. സേഫ് ഈൽഡ് പഠിച്ചു, ഡ്രൈ സീസണിന്റെ കാര്യം പറഞ്ഞു. സെക്കൻഡറി ഈൽഡിനകത്ത് നമ്മളൊരു ഹൈ ഫ്ലോ ഉള്ള ടൈമിൽ എത്ര വാട്ടർ ഈൽഡ് കിട്ടുന്നുണ്ടെന്ന് പഠിച്ചു. ആവറേജ് എന്ന് പറയുമ്പോൾ ആ വേനൽക്കാലത്തും മഴ സീസണും എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു ആവറേജ് വാല്യൂ ആണ്. ഡിസൈൻ ഈൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ റിസർവെയറിനെ എത്ര ഈൽഡ് വേണമെന്ന് പ്രതീക്ഷിച്ചാണോ ഡിസൈൻ ചെയ്തിരുന്നത്, ആ ഈൽഡിനെയാണ് നമ്മൾ ഡിസൈൻ ഈൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റിസർവെയറിൽ നിന്ന് എത്ര ഈൽഡ് നമുക്ക് കിട്ടുമെന്ന് പഠിച്ചു. ഇനി എന്തായിരിക്കും റിസർവെയർ കപ്പാസിറ്റി? അപ്പൊ ആ ഒരു ടേം കുറച്ച് ഫെമിലിയർ. ഒരു കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ആ റിസർവെയറിന് എത്ര വാട്ടർ താങ്ങാനുള്ള അല്ലെങ്കിൽ എത്ര ഇൻഫ്ലോ ക്യാരി ചെയ്യാനുള്ള കഴിവുണ്ടോ, എത്ര വെള്ളം അതിനകത്ത് നിൽക്കും, അതിനെയാണ് നമ്മൾ റിസർവെയർ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഇൻഫ്ലോയും, 2 ഡിമാൻഡും. ഇൻഫ്ലോ എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ഈ മഴ തന്നെയാണ് വൺ ഓഫ് ദി മെയിൻ റീസൺ. പ്രസിപ്പിറ്റേഷൻ കാരണം ഉണ്ടാവുന്ന ഇൻഫ്ലോ, പുഴ ഒഴുകി വരുവാണല്ലോ, ആ ഒഴുക്ക് എന്തുകൊണ്ടാണ് ആ മേളിൽ നിന്ന് അല്ലെങ്കിൽ മൗണ്ടേനിയസ് റീജിയൻസിൽ നിന്ന് അല്ലെങ്കിൽ കാച്ച്മെന്റ് ഏരിയയിൽ നിന്നൊക്കെ വരുന്ന വെള്ളം, അത് മേ ബി അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളമായിരിക്കാം, പ്രസിപ്പിറ്റേഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കാം. അപ്പൊ ആ ഇൻഫ്ലോയും അതുപോലെ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡൗൺ സ്ട്രീമിലോട്ട് ഒഴുക്കി വിടുന്ന കാര്യം ആലോചിക്കണം. അപ്പം ഓരോ ഡിമാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ ഡൗൺ സ്ട്രീമിലോട്ട് എത്ര കൊടുക്കുന്നു, അത് രണ്ടും കൂടെ കണക്കാക്കിയാണ് നമ്മൾ ആ റിസർവെയറിന്റെ കപ്പാസിറ്റി നിശ്ചയിക്കുന്നത്. കാരണം എന്താ, ഇൻഫ്ലോ നല്ല ശക്തമായിട്ട് ഇൻഫ്ലോ വരുന്ന ഒരു ടൈം ആണെങ്കിലും നമ്മൾ ഡിമാൻഡിനനുസരിച്ച് താഴോട്ട് ഓപ്പൺ ചെയ്ത് വിടുന്നുണ്ട് അല്ലെ, താഴോട്ട് ഒഴുകി പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി വെള്ളമല്ലേ ആ റിസർവെയറിനകത്ത് നമ്മൾ സേവ് ചെയ്യേണ്ട കാര്യമുള്ളൂ, ഓക്കെ, സ്റ്റോർ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പം അതിനെയാണ് നമ്മൾ റിസർവെയർ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, എപ്പോഴാണ് നമ്മൾക്ക് ശരിക്കും ഈ ഒരു സ്റ്റോറേജ് വേണം എന്ന് തോന്നുന്നത്, ഒരു റിസർവെയറിന്റെ സ്റ്റോറേജ് അത്യാവശ്യമാണെന്ന് തോന്നുന്നത്, ഇൻഫ്ലോ, ഇപ്പം നമ്മൾ ഇൻഫ്ലോയുടെ കാര്യം പറഞ്ഞു, ആ റിവർ ഒഴുകിക്കൊണ്ട് വരുന്ന ആ വെള്ളം, ആ ഇൻഫ്ലോ നമ്മളുടെ ഇപ്പം ഡൗൺ സ്ട്രീമിലുള്ള ആൾക്കാർക്ക് ഒരുപാട് ഡിമാൻഡ്സ് കാണും. അത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡ്സ് ആയിരിക്കും, ഇൻഡസ്ട്രിയൽ ഒക്കെ ആയിരിക്കാം. അപ്പം ആ ഡിമാൻഡ്സിനെ കാട്ടി കൂടുതലാണ് നമുക്ക് വരുന്ന റിവറിൽ നിന്ന് കിട്ടുന്ന ഇൻഫ്ലോ എങ്കിൽ സ്റ്റോറേജിന്റെ ഒരാവശ്യവും അവിടെ ഇല്ല. കാരണം എന്താ, വാട്ടറിന് ഒരു സ്കേഴ്സിറ്റി വരുന്നില്ല അല്ലെ, ആ വെള്ളം നല്ല ഒഴുക്കിൽ വരുന്നുണ്ട്, അതിനനുസരിച്ച് ഡൗൺ സ്ട്രീമിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളത് ഒഴുക്കി വിടുന്നു. അപ്പൊ അത് സ്റ്റോർ ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല, ഫുൾ ടൈം വെള്ളമുണ്ട്. പക്ഷേ ഒരു ഡ്രൈ സീസൺ ഒക്കെ ആവുമ്പോഴത്തേനും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇൻഫ്ലോ പതുക്കെ കുറയാൻ തുടങ്ങും അല്ലെ. ആൻഡ് നമ്മുടെ ഡിമാൻഡ് കുറയുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. മേ ബി ചൂട് സമയത്തായിരിക്കും നമുക്ക് ഡിമാൻഡ് കൂടുന്നത്. അപ്പോൾ ഡിമാൻഡ് ഹൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും വെള്ളം ഡൗൺ സ്ട്രീമിലോട്ട് ഒഴുക്കി വിടണം അല്ലയോ. അപ്പം ഇൻഫ്ലോ കുറവായിരിക്കും, ഡിമാൻഡ് ഹൈ ആയിരിക്കും. അങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമുക്ക് റിസർവെയറിന്റെ ശരിക്കും പറഞ്ഞാൽ സ്റ്റോറേജ് വേണ്ടി വരുന്നത്. ഓക്കെ, അത് പ്രത്യേകം ഓർത്തിരുന്നോണം. അപ്പം വേനൽ സമയത്ത് നമ്മൾ മാക്സിമം സേവ് ചെയ്ത് വെച്ച്, മഴ ടൈമിൽ തന്നെ സേവ് ചെയ്ത് വെച്ച് ആ ഡ്രൈ സീസൺ ആകുമ്പോഴത്തേനും പതുക്കെ ഒഴുക്കി വിടണം. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ റിസർവെയർ കപ്പാസിറ്റിയുടെ ഒരു കാര്യം നോക്കുന്നത്, അല്ലെങ്കിൽ റിസർവെയർ അത്യാവശ്യമായിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും ഓർത്താൽ മതി. ഇൻഫ്ലോ ഡിമാൻഡിനെ കാട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോറേജിന്റെ ആവശ്യമില്ല. പക്ഷേ ഇൻഫ്ലോ കുറവും ഡിമാൻഡ് ഹൈയും ആണെന്നുണ്ടെങ്കിൽ എന്താണ്, നല്ല രീതിയിലുള്ള ഒരു കപ്പാസിറ്റി തന്നെ റിസർവെയറിന് അത്യാവശ്യമാണ്. ഇനി ഒരു റിസർവെയറിന്റെ റിക്വയർഡ് കപ്പാസിറ്റി എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ഗ്രാഫിക്കൽ മെത്തേഡ്, അതിനെയാണ് നമ്മൾ മാസ് കർവ് മെത്തേഡ് എന്ന് പറഞ്ഞത്, ആൻഡ് അനാലിറ്റിക്കൽ മെത്തേഡ്. ഈ 2 മെത്തേഡ്സിലൂടെ നമുക്ക് എന്താണ് എത്ര റിക്വയർഡ് കപ്പാസിറ്റി ഓഫ് എ റിസർവെയർ കണ്ടുപിടിക്കാം. അപ്പൊ ഇതിനകത്ത് നമ്മളൊരു കർവ് ഉപയോഗിക്കുന്നുണ്ട്, മാസ് കർവ് എന്ന് പറയും. അതിലൂടെ ഗ്രാഫിക്കലായിട്ടാണ് നമ്മൾ ആ റിസർവെയറിന്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത്. അനാലിറ്റിക്കൽ മെത്തേഡിനകത്ത് ഒരു ചെറിയ കാൽക്കുലേഷൻ ആണ്, ഒരു ചെറിയ സിമ്പിൾ ഫോർമുല. ഓക്കെ,
ആദ്യം തന്നെ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് നോക്കാം. അതായത് മാസ് കർവ് മെത്തേഡ്. അപ്പോൾ ഇത് വെച്ച് റിസർവോയർ കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ട് രണ്ട് കർവുകൾ നിങ്ങൾ പരിചയപ്പെടണം ആദ്യം തന്നെ. ഒന്ന് മാസ് ഇൻഫ്ലോ കർവ്, അതാണ് ഈ കാണുന്ന വലിയ കർവ്. ഓക്കെ, ആൻഡ് മാത്രമല്ല ഇവിടെ ഒരു ചെറിയ ഒരു കർവും കൂടെ കാണാം. ഇതിനെ നമ്മൾ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നു. രണ്ടും എന്തുവാന്നുള്ളത് ഞാൻ ആദ്യം തന്നെ ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ ഈ മാസ് ഇൻഫ്ലോ കർവ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലോട്ട് ബിറ്റ്വീൻ ക്യുമുലേറ്റീവ് ഇൻഫ്ലോ അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ഇൻഫ്ലോ, ആ റിസർവറിന്റെ ക്യുമുലേറ്റീവ് ഇൻഫ്ലോ ആൻഡ് ടൈം, ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചേർത്ത് പ്ലോട്ട് ചെയ്യുന്നതാണ് നമ്മുടെ മാസ് ഇൻഫ്ലോ കർവ് എന്ന് പറയുന്നത്. മാസ് ഇൻഫ്ലോ കർവ് ഓർ മാസ് കർവ്, രണ്ട് രീതിയിലും പറയാം. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് വേറെ ലൈൻസ് ഒന്നും ഡോട്ടഡ് ലൈൻ ഒന്നും തന്നെ നോക്കണ്ട. ആദ്യം തന്നെ ആ ഡാർക്ക് ലൈൻ ഒരെണ്ണം വരച്ചിരിക്കുന്നത് കണ്ടല്ലോ, ഇങ്ങനെ സിക്സ് ആഗ് ആയിട്ട് പോകുന്നത്. ഓക്കെ, ആ ഒരു കർവ് മാത്രം നോക്കുക. അതിനെയാണ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് മാസ് ഇൻഫ്ലോ കർവ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മുടെ അക്യുമുലേറ്റഡ് ഇൻഫ്ലോ ഓരോ ഇയറിലും എത്ര ഉണ്ടെന്ന് അല്ലെങ്കിൽ ഓരോ മന്തിലും എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ജസ്റ്റ് ഇവിടുന്ന് ഒരു ലൈൻ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ഈ മാസ് കർവിലോട്ട് ജോയിൻ ചെയ്താൽ മതി. എത്രയാണോ കിട്ടുന്നത് ലെഫ്റ്റ് സൈഡിൽ, അതായിരിക്കും നമ്മുടെ ആ ഒരു ഇയറിലെ അക്യുമുലേറ്റഡ് ഇൻഫ്ലോ. ഓക്കെ, 1951 ആണെന്നുണ്ടെങ്കിൽ 51 നേർക്ക് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇൻഫ്ലോ കർവിലോട്ട് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരയ്ക്കുക ആൻഡ് അത് ലെഫ്റ്റിലേക്ക് അക്യുമുലേറ്റഡ് ഇൻഫ്ലോയിലോട്ട് കൊണ്ടുവരിക. ആ വാല്യൂ ആയിരിക്കും നമ്മുടെ അക്യുമുലേറ്റഡ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. ഇനി എന്താണ് നമ്മൾ ഈ അക്യുമുലേറ്റഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഓരോ ഇയറിലും ഉള്ള ഇൻഫ്ലോ കൂട്ടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കർവ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിന്റെ സെപ്പറേറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുന്നതായിട്ട് കാണത്തില്ല. അപ്പോൾ ചില ടൈമിൽ ചില സീസൺ ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ചില ഇയേഴ്സിൽ നോക്കുമ്പോൾ മന്ത്സിലൊക്കെ കുറവായിരിക്കും, അത് ഡ്രൈ സീസൺ ആയിരിക്കും. പിന്നെ ഒരു മഴ ടൈമൊക്കെ ആകുമ്പോഴത്തേന് കുറച്ചും കൂടെ കൂടുതലാവുന്നു, പിന്നെ ഡ്രൈ സീസൺ. അപ്പൊ നമുക്ക് ആ ഒരു പാറ്റേണിൽ തന്നെ മനസ്സിലാക്കാം ഡ്രൈയും അല്ല റെയിനി സീസണും കൂടെ മാറിയാണ് ഈ കർവ് പോയിരിക്കുന്നത്. അപ്പൊ അക്യുമുലേറ്റഡ് ആണ്. ഓക്കെ, ഇപ്പൊ ഒരു പീരീഡ് ഓഫ് ഹൈ ഫ്ലഡ് ഒക്കെ ആവുമ്പോഴത്തേന് കർവ് പതുക്കെ ഇങ്ങനെ ഷാർപ്പായിട്ട് റൈസ് ചെയ്ത് പോവാനായിട്ട് തുടങ്ങും. ഓക്കെ, ഈ ഒരു പോയിന്റ്. ഓക്കെ, ഇനി ഇവിടെ ഡിമാൻഡ് കർവ് കാണാം. ഈ ഡിമാൻഡ് കർവും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അക്യുമുലേറ്റഡ് ഡിമാൻഡും, ഇവിടെ അക്യുമുലേറ്റഡ് ഇൻഫ്ലോ നമ്മൾ പറഞ്ഞു, ഇവിടെ അക്യുമുലേറ്റഡ് ഡിമാൻഡും ആ ഒരു ടൈം പീരീഡ് എത്രയാണ് അത് വെച്ചിട്ടാണ് ഈ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എത്ര ഡിമാൻഡ് ഇപ്പൊ 1 ഇയറിൽ എടുത്താൽ എത്രയായിരിക്കും ഡൗൺ സ്ട്രീമിന്റെ ഡിമാൻഡ്, അതിനനുസരിച്ചാണ് ഈ കർവ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഇയറിലെ ഡിമാൻഡ് വേരിയബിൾ റേറ്റ് ഓഫ് ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡിമാൻഡ് കർവ് പതുക്കെ കർവ്ഡ് ആയിട്ടായിരിക്കും പോകുന്നത്. ഇവിടെ ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇനി നമ്മൾ മെത്തേഡിലേക്ക് കിടക്കുകയാണ്. ഗ്രാഫിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ മാസ് ഇൻഫ്ലോ കർവ് വെച്ചിട്ട് റിസർവോയർ കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യണം, നമ്മൾ മാസ് ഇൻഫ്ലോ കർവ് വരയ്ക്കണം. അപ്പൊ അത് വരച്ചതിന് ശേഷം ഇനി ബാക്കിയുള്ള ഓരോ കൺസ്ട്രക്ഷനും കെയർഫുൾ ആയിട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ആ ഒരു കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമ്മൾ മാസ് ഇൻഫ്ലോ കർവ് വരച്ചതിന് ശേഷം പിന്നീട് ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് ഡോട്ടഡ് ലൈൻസ് കുറെ കാണാം അല്ലെ, അതെല്ലാം നമ്മൾ ശരിക്കും കൺസ്ട്രക്ട് ചെയ്യേണ്ട ലൈൻസ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പീക്കിൽ നിന്ന് ഇവിടെ ഫുൾ എന്ന് എഴുതിയേക്കുന്ന കണ്ടോ, അതൊക്കെ ടോട്ടൽ ആ ഒരു റെയിനി സീസണിലൊക്കെ റിസർവോയർ ഫുൾ ആവുമ്പോൾ കിട്ടുന്ന ആ ഒരു എമൗണ്ട് ഓഫ് വാട്ടറിനെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പീക്ക് പോയിന്റ്സിൽ നിന്ന് നമ്മൾ ടാൻജൻസ് വരയ്ക്കണം. എത്ര പീക്ക് പോയിന്റ്സ് വരുന്നോ അവിടെ നിന്നെല്ലാം നമ്മൾ ടാൻജന്റ് ലൈൻസ് വരയ്ക്കണം. അപ്പം ഇവിടെ തന്നെ നോക്കി നിങ്ങൾ AB, അതേപോലെ FG, ഇതൊക്കെ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് വരയ്ക്കണം ഇൻ സച്ച് എ വേ ദാറ്റ് ഈ ലൈൻസ് നമ്മുടെ ഡിമാൻഡ് കർവുമായിട്ട് പാരലൽ ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ ഡിമാൻഡ് കർവിന് പാരലൽ ആവുന്ന രീതിയിൽ നമ്മൾ ഈ ഫുൾ പോയിന്റിൽ നിന്ന്, ഈ ക്രസ്റ്റ് പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ പീക്ക് പോയിന്റിൽ നിന്ന് നമ്മൾ ടാൻജന്റ് ലൈൻസ് വരയ്ക്കുന്നു. അപ്പൊ എയിലും എഫിലുമാണ് ഇപ്പോ മാസ് കർവിന്റെ A പോയിന്റിലും F പോയിന്റിൽ നിന്നുമാണ് നമ്മളിപ്പം ടാൻജന്റ് ലൈൻസ് വരച്ചേക്കുന്നത്. ഇനി അതിനുശേഷം ഇതിന്റെ സെൻട്രലായിട്ട് C പോയിന്റിൽ നിന്ന് താഴോട്ട് ഡോട്ടഡ് ലൈൻ ഡ്രോപ്പ് ചെയ്തേക്കുന്നതായിട്ട് കാണുന്നില്ലേ, അപ്പൊ അത് ഇന്റർസെപ്റ്റ്സ് വരച്ചേക്കാണ്. ഇവിടെ CD എന്ന് പറയുന്ന ഒരു ഇന്റർസെപ്റ്റും അതേപോലെ ഇവിടെ HJ എന്ന് പറയുന്ന രണ്ട് ഇന്റർസെപ്റ്റും ഈ ടാൻജന്റ് ലൈനിൽ നിന്ന് താഴോട്ട് നമ്മുടെ മാസ് കർവിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരച്ചിട്ടുണ്ട്. നിങ്ങൾ താഴോട്ടുള്ളത് നോക്കണ്ട, അത് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. CDയും HJയും ഈ രണ്ട് ലൈൻസ് നമ്മുടെ മാസ് ഇൻഫ്ലോ കർവിലോട്ട് ടച്ച് ചെയ്യുവാണ് അല്ലെ. ശരിക്കും ആ ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എത്ര വെള്ളം അവിടെ ഷോർട്ട് ഉണ്ടോ
അതായത് ഡിമാൻഡിന് ഷോർട്ട് ഉണ്ടോ, അതാണ് ശരിക്കും ഈ ഇന്റർസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കിപ്പം ഫുൾ ടൈം റിസർവെയർ ഫുൾ ആണെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ദി ഒരു 1 ഇയർ നോക്കുവാണെങ്കിൽ ത്രൂ ഔട്ട് ദി ഇയർ റിസർവെയർ ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിമാൻഡ് ഈ ഒരു കേർവ് അക്യുമുലേറ്റഡ് ഇൻഫ്ലോ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടങ്ങ് ഉയർന്നങ്ങ് പോയേനെ അല്ലെ. ഇതിപ്പം ഇടയ്ക്കൊരു ഡ്രൈ സീസൺ ഉള്ളപ്പോഴാണ് ഇങ്ങനെ താഴ്ന്നു വരുന്നത്. അപ്പം അതിനർത്ഥം എന്താ, ഈ ഇടയ്ക്കുള്ള ഇത്രയും ഭാഗത്തെ ഇൻഫ്ലോ ശരിക്കും നമ്മുടെ ഡിമാൻഡ് ആയിരുന്നു, പക്ഷെ ആ ടൈമിൽ വെള്ളം അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതല്ലേ. അപ്പൊ ഈ ഇന്റർസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയും ഹൈറ്റിൽ വെള്ളം നമുക്ക് അവിടെ ഇല്ലായിരുന്നു, നമുക്ക് അത്രയും കിട്ടിയില്ല, അല്ലെങ്കിൽ ഷോർട്ട് ഓഫ് ഡിമാൻഡ് ആയിരുന്നു. ഓക്കെ, ഇത്രയും ഒരു സി ഡിയും ഇവിടുത്തെ എച്ച് എയും. അപ്പൊ ഈ എ പോയിന്റിലും എഫ് പോയിന്റിലും ഒക്കെ റിസർവെയർ ഫുൾ ആണ്, പക്ഷെ ഈ ഡി പോയിന്റിലും ജെ പോയിന്റിലും ഒക്കെ റിസർവെയർ എത്ര, ഈ സി ഡി അല്ലെങ്കിൽ എച്ച് ജെ എന്ന് പറയുന്ന അത്രയും ഹൈറ്റിൽ വെള്ളം ഷോർട്ട് ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഡിമാൻഡ് കർവ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. എ പോയിന്റ് എന്ന് പറയുന്നത് ഫുൾ ആണ് അല്ലെ. അപ്പം ഈ എ ഇ എന്ന് പറയുന്ന ഒരു പീരീഡില് എ ഇ ഇവിടെ ഡോട്ടഡ് ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പൊ ഈ എ ഇ എന്ന് പറയുന്ന ഒരു പീരീഡില് ഇൻഫ്ലോ വോളിയം എന്താണെന്ന് ചോദിച്ചാൽ വിൽ ബി ഈക്വൽ ടു ഡി ഇ ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഹൈറ്റ് ക്ലിയർ ആയോ. അപ്പൊ ഇൻഫ്ലോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ നമുക്ക് കുറച്ചും കൂടെ വേണമായിരുന്നു അല്ലെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിനകത്ത് മേളിലോട്ടുള്ള ആ ഡോട്ടഡ് ലൈൻ നോക്കിയേ, അതായത് ഇ ടു സി, അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതിപ്പോ സപ്പോസ് ഇപ്പൊ ഒരു 1 ഇയർ ആണെന്നിരിക്കട്ടെ, സപ്പോസ് എ ഇ എന്ന് പറയുന്നത് 1 ഇയർ ആണെങ്കിൽ ആ ഒരു പീരീഡിൽ നമുക്ക് ഡി ഇ എന്ന് പറയുന്ന ഇത്രയും ഇൻഫ്ലോയെ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ചിട്ടാണ് മാസ് കർവ് വരച്ചിരിക്കുന്നത്, ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നതായിട്ട്. അപ്പം ഇത്രയും ഇൻഫ്ലോയെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ നമുക്ക് ഡിമാൻഡ് എത്രയായിരുന്നു, സി ഇ എന്ന് പറയുന്ന ഹൈറ്റ്, അത്രയും ഡിമാൻഡ് നമുക്ക് അത്രയും വെള്ളം വേണമായിരുന്നു, പക്ഷെ ഡി ഇക്കുള്ള വെള്ളമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ രണ്ട് വാല്യൂ അറിയാമെങ്കിൽ നിങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് എത്ര സ്റ്റോറേജും കൂടെ വേണമായിരുന്നു എന്നുള്ളത്, സിഇ മൈനസ് ഡിഇ, അതായത് സി ഡി ആയിരിക്കും നമ്മുടെ സ്റ്റോറേജ് റിക്വയർഡ് അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് ആ സ്റ്റോറേജ് കപ്പാസിറ്റി നമ്മൾ മാസ് ഫ്ലോ ഇൻ കർവിലൂടെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ സി ഡി ആണ്, സി ഡി ഇത്രയും ഡിമാൻഡ് അല്ല, ഇത്രയും സ്റ്റോറേജ് വേണം എക്സ്ട്രാ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ എച്ച് ജെ, അപ്പൊ അത്രയും സ്റ്റോറേജും കൂടെ വേണം. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഇന്റർസെപ്റ്റ് എല്ലാം കൂടെ നമ്മൾ എടുത്ത് കാൽക്കുലേറ്റ്, എല്ലാം കൂടെ വെച്ചിട്ട് നോക്കണം. ഏത് ഇന്റർസെപ്റ്റ് ആണോ ഏറ്റവും കൂടുതൽ വാല്യൂ തരുന്നത്, ഏറ്റവും ഹൈറ്റ് കൂടുതൽ, അത് വെച്ചിട്ടായിരിക്കും നമ്മൾ റിസർവെയറിന്റെ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ. അപ്പം ഇന്റർസെപ്റ്റ് ഇവിടെ സി ഡിയും എച്ച് ജെയും ഉണ്ട്, ഇതിൽ ഏത് ഹൈറ്റ് ആണോ കൂടുതൽ അത്രയായിരിക്കും നമ്മുടെ റിസർവെയറിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഐ മീൻ റിക്വയർഡ് കപ്പാസിറ്റി ഓഫ് ദി റിസർവെയർ, അതാണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, ആദ്യം മാസ് ഇൻഫ്ലോ കർവ് വരയ്ക്കുക, എന്നിട്ട് നമ്മൾ ഫുൾ പോയിന്റിൽ നിന്നെല്ലാം നമ്മൾ ടാൻജൻസ് വരയ്ക്കുന്നു. ടാൻജൻസ് വരച്ചതിന് ശേഷം ആ ടാൻജന്റ് ലൈനിൽ നിന്ന് നമ്മൾ മാസ് ഇൻഫ്ലോ കർവിലോട്ട് ഒരു ഇന്റർസെപ്റ്റ് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. ആൻഡ് നമ്മുടെ സ്റ്റോറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിമാൻഡ് കർവ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ എഫ് എ ഇ എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ റിവറിലുള്ള അല്ലെങ്കിൽ സ്ട്രീമിൽ ഉണ്ടായിരുന്ന ഇൻഫ്ലോ എന്ന് പറയുന്നത് ഡി എ ഉള്ളൂ, കാരണം അതൊരു ഡ്രൈ ടൈം ആണ്. ശരിക്കും നമുക്ക് ഈ സി എന്ന് പറയുന്ന ഇത്രയും ഡിമാൻഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ അത്രയും വെള്ളം അതിനകത്തില്ല. അപ്പോൾ എത്ര സ്റ്റോറേജ് വേണം എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് കണ്ടുപിടിക്കാം. അങ്ങനെ എല്ലായിടത്തും കണ്ടുപിടിച്ച് ഏറ്റവും വലിയ വാല്യൂ എവിടെയാണോ വരുന്നത് അതായിരിക്കും നമ്മുടെ റിസർവെയർ കപ്പാസിറ്റി എന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഈ മെത്തേഡ് ഇത്രയേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. അപ്പൊ രണ്ടാമത്തെ മെത്തേഡ് അനാലിറ്റിക്കൽ മെത്തേഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് റിസർവെയർ കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത് നമ്മുടെ നെറ്റ് ഇൻഫ്ലോ എത്രയാണ്, അതേപോലെ ഡിമാൻഡ് എത്രയാണ്, ഇത് രണ്ടും കൂടെ കണ്ടതിന് ശേഷം കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് റിസർവെയറിന്റെ കപ്പാസിറ്റി എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഹാഫ് ഗ്ലാസ് ഓഫ് വാട്ടർ എടുക്കുന്നു കുടിക്കാനായിട്ട്, നിങ്ങൾക്ക് ഭയങ്കര ദാഹം. ഓക്കെ, അപ്പം ആ ഗ്ലാസ്സിനകത്ത് എത്ര വെള്ളമുണ്ട്, ഒരു ഹാഫ് എമൗണ്ട് ഓഫ് വാട്ടറേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ ഡിമാൻഡ് എത്രയാണ്, ആ ഹാഫ് ഗ്ലാസ്സിൽ ഒതുങ്ങത്തില്ല, അതിനകത്തായിട്ട് കൂടുതൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡിമാൻഡ് കുറച്ചും കൂടെ അധികമാണ് അല്ലെ. അപ്പം എത്രയും കൂടെ വെള്ളം നിങ്ങൾക്ക് ആവശ്യമാണോ, അതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. റിസർവെയറിൽ ഓൾറെഡി എത്ര വെള്ളം ഉണ്ട്, അതാണ് ആ ഗ്ലാസ് ഓഫ് വാട്ടർ.
അല്ലെങ്കിൽ ഒരു ഹാഫ് ഗ്ലാസ് ഓഫ് വാട്ടർ. ഡൗൺ സ്ട്രീമിലുള്ള ആൾക്കാരുടെ ഡിമാൻഡാണ് നിങ്ങൾ എത്ര തേഴ്സ്റ്റി ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളത് കണക്കാക്കേണ്ടത്. ആൻഡ് അത് രണ്ടും കൂടെ മൈനസ് ചെയ്ത് നിങ്ങൾക്ക് എത്രയും കൂടെ അഡീഷണൽ ആയിട്ട് ഡിമാൻഡ് ഉണ്ടോ, അപ്പൊ അത്രയും വെള്ളവും കൂടെ നമുക്ക് വേണ്ടിയിരുന്നു എന്നാണ് നമ്മൾ ഈ കപ്പാസിറ്റി ഓഫ് റിസർവെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇൻഫ്ലോ വേണം, അതായത് വെള്ളം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി, അതിന്റെ സോഴ്സ് ഉണ്ട്, ഡിമാൻഡ് എത്രയാണ് നമുക്ക് ആവശ്യം. ഓക്കെ, അത് രണ്ടും കൂടെ കണക്കാക്കിയിട്ട് അത് വെച്ചിട്ട് നമുക്ക് അനാലിറ്റിക്കൽ മെത്തേഡിൽ കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴാണ് സ്റ്റോറേജിന്റെ ആവശ്യം വരുന്നത്, നമ്മുടെ ഡിമാൻഡ് ഇൻഫ്ലോയെക്കാട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സ്റ്റോറേജ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ വെള്ളം എല്ലാം നമ്മൾ ഡൗൺ സ്ട്രീമിലോട്ട് ഒഴുക്കി വിട്ട് കഴിഞ്ഞാൽ ഒരു ഡ്രൈ സീസൺ ആകുമ്പോഴത്തേനും നമുക്ക് വെള്ളം കിട്ടാതെ പോകും. അപ്പൊ ഈ മെത്തേഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ സ്ട്രീം ഫ്ലോ ഡേറ്റ കളക്ട് ചെയ്യണം. നമ്മൾ സ്ട്രീം ഫ്ലോ മെഷർമെന്റ് ഒക്കെ ഒരുപാട് പഠിച്ചതാണ് കഴിഞ്ഞ മൊഡ്യൂളിൽ. അപ്പൊ സ്ട്രീം ഫ്ലോ ഡേറ്റ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ട് വേണ്ടുന്നത് മന്ത്ലി ഇൻഫ്ലോ റേറ്റ്സ് ആണ്. എവിടെ നിന്നൊക്കെ ഇൻഫ്ലോ നമുക്ക് ആ ഒരു റിവറിലോട്ട് അല്ലെങ്കിൽ സ്ട്രീമിലോട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കണക്കാക്കേണ്ടത്. ഒരു ലാർജ് റിസർവെയർ ആണെങ്കിൽ നമ്മൾ ആനുവൽ ഇൻഫ്ലോ റേറ്റ്സ് ആയിരിക്കും നോക്കുന്നത്. ഓക്കെ, അതായത് ഒരു വർഷം എത്ര ഇൻഫ്ലോ കിട്ടി എന്നുള്ളതാണ് കണക്കാക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇൻഫ്ലോ എല്ലാം എത്ര കിട്ടി എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം എത്ര എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ ഡൗൺ സ്ട്രീമിലോട്ട് ഒഴുക്കി വിടണം, ഡിമാൻഡിനനുസരിച്ച് എത്ര റിലീസ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതായിരിക്കണം അടുത്ത കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഈ രണ്ട് കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നീട് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്ലോയിൽ തന്നെ നമുക്കറിയാം ഏറ്റവും മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡയറക്ട് പ്രസിപ്പിറ്റേഷൻ ആണ്, അല്ലെ? അപ്പാർട്ട് ഫ്രം ആ ഒഴുകി വരുന്ന വെള്ളം അല്ലാതെ പിന്നെ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രസിപ്പിറ്റേഷൻ ആണ്. അപ്പം ഡയറക്ട് പ്രസിപ്പിറ്റേഷൻ കാരണം ആ ഒരു മന്തിൽ എത്ര വെള്ളവും കൂടെ കിട്ടുന്നു, എത്ര ഇൻഫ്ലോയും കൂടെ കൂടി കിട്ടുന്നു, അത് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇവാപറേഷൻ ലോസസ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും ആ എമൗണ്ട് ഓഫ് വാട്ടറിന്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ്, അല്ലെ? പക്ഷെ ഇവാപറേഷൻ ലോസ് എന്ന് പറയുന്നത് അത്രയും ലോസ് ആണ്, നഷ്ടമാവുന്നതാണ്. അപ്പൊ അതും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ആ സ്റ്റോറേജ് എത്രയാണെന്ന്, കപ്പാസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഈ ഇവാപറേഷൻ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പാൻ ഇവാപറേഷൻ പാൻ ആണ് ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയാണ് ഉപയോഗിക്കുന്നത്. പാൻ ഇവാപറേഷൻ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചതാണ്. അപ്പൊ പാൻ ഇവാപറേഷൻ വെച്ചിട്ട് നമ്മൾ അതിന്റെ ഡേറ്റയും കൂടെ, ഇവാപറേഷൻ ലോസിന്റെ ഡേറ്റയും കൂടെ കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഓരോ മന്തിന്റെയും സെപ്പറേറ്റ് ആയിട്ട് അത് കളക്ട് ചെയ്യണം. അതേപോലെ ഓരോ മാസവും നമുക്ക് വേണ്ടുന്ന ഡിമാൻഡ് പല രീതിയിലായിരിക്കും. അപ്പോൾ ആ ഡിമാൻഡ്സ് ഏതൊക്കെയാണെന്നുള്ളത്, എത്രയാണെന്നുള്ളത് ഓരോ മാസത്തെയും സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നീട് ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സിമ്പിൾ ഫോർമുലയിലൂടെ അഡ്ജസ്റ്റഡ് ഇൻഫ്ലോ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് സ്ട്രീമിന്റെ ഇൻഫ്ലോ, ഒഴുകി വരുന്ന ആ ഒരു വെള്ളത്തിന്റെ എമൗണ്ട്, അതിന്റെ കൂടെ നമ്മൾ പ്രസിപ്പിറ്റേഷനും കൂടെ കൂട്ടുന്നു. അപ്പൊ ഇത് രണ്ടും നമുക്ക് ആ സ്ട്രീമിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇൻഫ്ലോ പ്ലസ് പ്രസിപ്പിറ്റേഷൻ, അത് സ്റ്റോറേജ് കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് ലോസ് നമ്മൾ കുറയ്ക്കണം, അല്ലെ? ഇതിനകത്ത് മെയിൻ ലോസ് എന്ന് പറയുന്നത് എന്താ? ഇവാപറേഷൻ ലോസ് മാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, ഇൻഫിൽട്രേഷൻ ഒന്നും എടുത്തിട്ടില്ല. സോ ഇവാപറേഷൻ ലോസ് കുറച്ചു. അതുകൂടാതെ നമ്മൾ ഡൗൺ സ്ട്രീമിലോട്ട് ഡിസ്ചാർജ് ഒഴുക്കി വിടുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടും കൂടെ ഉള്ള ബാക്കി വെള്ളമല്ലേ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റോർ ചെയ്യുന്ന വെള്ളം എന്ന് പറയുന്നത്, അതായത് അഡ്ജസ്റ്റഡ് ഇൻഫ്ലോ എന്ന് പറയുന്നത് ഈ രണ്ട് കോൺട്രിബ്യൂഷൻസ് ആണ്. ഇത് രണ്ടും, ഇൻഫ്ലോയും സ്ട്രീം ഇൻഫ്ലോയും പ്രസിപ്പിറ്റേഷനും. അതിൽ നിന്ന് ഇവാപറേഷൻ കുറയ്ക്കണം. അത് മാത്രമല്ല ഡൗൺ സ്ട്രീമിലോട്ട് ഒഴുകി വിടുന്ന ഡിസ്ചാർജ് നമ്മൾ കുറയ്ക്കുന്നു. ബാക്കി വെള്ളമാണ് ആ ഡാമിൽ അല്ലെങ്കിൽ റിസർവെയറിൽ തങ്ങി നിൽക്കുന്ന വെള്ളം. സോ ഈ രീതിയിലാണ് നമ്മൾ അഡ്ജസ്റ്റഡ് ഇൻഫ്ലോ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ഡൗൺ സ്ട്രീം ഡിസ്ചാർജ് ഇപ്പൊ നല്ല ഡാം ഒക്കെ ഫുള്ളായിട്ട് നിൽക്കുവാണെങ്കിലാണ് നമ്മൾ ചെറുതായിട്ട് ഗേറ്റ് ഓപ്പൺ ചെയ്ത് എപ്പോഴും ത്രൂ ഔട്ട് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ഡൗൺ സ്ട്രീം ഡിസ്ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അല്ലാതെ ഡിമാൻഡിന് വേണ്ടിയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നതല്ല. ഇനി അതിൽ നിന്ന് ഇത്രയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറേജ് റിക്വയർഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതായത് ആ റിസർവെയറിന് എത്ര സ്റ്റോറേജ് ആവശ്യമാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ കിട്ടിയ അഡ്ജസ്റ്റഡ് ഇൻഫ്ലോയ്ക്കകത്ത്, അതായത് ഓൾറെഡി എത്ര വെള്ളമാണ് ഉള്ളത്, ഈ ലോസും പ്രസിപ്പിറ്റേഷന്റെ ഒക്കെ കൂട്ടിയും കുറച്ചും കഴിഞ്ഞിട്ട് എത്ര വെള്ളമാണോ ഉള്ളത്, അതിൽ നിന്ന് നമ്മൾ ഡിമാൻഡിനനുസരിച്ച് താഴോട്ട് ഒഴുക്കി വിടുന്ന വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ബാക്കി വെള്ളമാണ് നമ്മൾ ശരിക്കും ആ ഒരു റിസർവെയറിൽ സ്റ്റോർ ചെയ്യുന്നത്. ഈ ഡൗൺ സ്ട്രീം ഡിസ്ചാർജും ഡിമാൻഡും തമ്മിൽ മാറിപ്പോവാതിരുന്നാൽ മതി. അപ്പൊ ഇതാണ് നമ്മുടെ ഫോർമുല, സ്റ്റോറേജ് റിക്വയർഡ്. അപ്പൊ പല മന്ത്സിന്റെ സ്റ്റോറേജ് റിക്വയർഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതെല്ലാം കൂടെ ചേർത്ത് കൂട്ടുമ്പോഴാണ് നമ്മൾക്ക് ആ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് ദി റിസർവെയർ കണ്ടുപിടിക്കാൻ കഴിയുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ നമ്മുടെ ഇൻഫ്ലോസ് എല്ലാം കൂട്ടുക, ലോസസ് എല്ലാം കുറയ്ക്കുക, ബാക്കി വരുന്ന വെള്ളം എത്ര ആണോ അതിൽ നിന്ന് നമ്മൾ ഡിമാൻഡിന് വേണ്ടിയിട്ട് എത്രയാണോ എടുക്കുന്നത്, അത് കഴിഞ്ഞിട്ട് എത്ര റിസർവെയറിൽ നിൽക്കുന്നുണ്ടോ അതാണ് നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റി. ഓക്കെ.
അപ്പൊ ഇതാണ് നമ്മുടെ രണ്ട് മെത്തേഡ്സ്. ഇനി ഒരു ചെറിയ പോർഷനും കൂടെ ഉണ്ട്, ഡിറ്റർമിനേഷൻ ഓഫ് ഈൽഡ് ഓഫ് എ റിസർവെയർ. ഇത്രയും നേരം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് കപ്പാസിറ്റി ആണ്, റിസർവെയറിന്റെ കപ്പാസിറ്റി ആണ്. ഇനി ഈൽഡ് എന്ന് പറയുന്നത് എന്താണ്? സേഫ് ആയിട്ട് ഒരു ഡ്രൈ സീസണിൽ അല്ലെങ്കിൽ ഏത് സീസൺ ആയിക്കോട്ടെ നമുക്ക് എത്ര വെള്ളം വിത്ഡ്രോ ചെയ്യാനായിട്ട്, സേഫ് ആയിട്ട് വിത്ഡ്രോ ചെയ്യാനായിട്ട് കഴിയും, അതിനെയാണ് നമ്മൾ ഈൽഡ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ ഒരു റിസർവെയറിന്റെ ഈൽഡ് കണ്ടുപിടിക്കാം? അപ്പൊ അതും നമ്മൾ മാസ് ആൻഡ് ഫ്ലോ കർവ് വെച്ച് തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു റിവറിന്റെ ഫ്ലോ ഹൈഡ്രോഗ്രാഫിയിൽ നിന്ന് നമ്മൾ ഈ മാസ് ഇൻഫ്ലോ കർവ് ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുക. ഓക്കെ, ടൈമിനും മാസ് ഇൻഫ്ലോയ്ക്കും രണ്ട് വാല്യൂസും വെച്ചിട്ട് നമ്മൾ മാസ് ഇൻഫ്ലോ കർവ് കണ്ടുപിടിക്കുക. മാസ് ഇൻഫ്ലോ അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ഇൻഫ്ലോ എനിത്തിങ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടാൻജൻസ് വരയ്ക്കാം. ഓക്കെ, അപ്പം എ ബി, ഇവിടെ എഫ് ജി, ഇതെല്ലാം ടാൻജൻസ് ആണ്. അപ്പൊ ഈ രണ്ട് ടാൻജൻസും വരച്ചേക്കുന്നത് പ്ലസ് പോയിന്റ്സ് ആയ എയിൽ നിന്നും എഫിൽ നിന്നുമാണ്. ഇനി ഈ ഒരു ടാൻജന്റ് നിങ്ങൾ ഇപ്രാവശ്യം, അതായത് ഈൽഡിന് വേണ്ടിയിട്ട് വരയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ സ്റ്റോറേജ് കപ്പാസിറ്റി കണ്ടുപിടിച്ചതാണ് അല്ലെ? നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ രണ്ട് മെത്തേഡ്സ് വെച്ചിട്ട് എങ്ങനെ ഇത് കണ്ടുപിടിക്കണമെന്ന് പഠിച്ചായിരുന്നു. അപ്പൊ ഈ ഇന്റർസെപ്റ്റിന്റെ ഹൈറ്റ് ഇപ്പം നമുക്കറിയാം, സ്റ്റോറേജ് കപ്പാസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ആ സ്റ്റോറേജ് കപ്പാസിറ്റിയുടെ ഹൈറ്റും കൂടെ വരച്ചതിന് ശേഷം അതിലൂടെ പോകുന്ന പോലെ വേണം നമ്മൾ ഈ ടാൻജന്റ് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ എച്ച് സി ഡി അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം അതും കൂടെ ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ടാൻജൻസ് ഇപ്രാവശ്യം ഡ്രോ ചെയ്യാൻ. ഇനി ഇങ്ങനെ വരച്ച ടാൻജൻസിന്റെ സ്ലോപ്പുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇവിടെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ രണ്ട് ടാൻജൻസും സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇത് ആ ഒരു ഇയർ, ഒരു പീരീഡ് കൊടുത്തിട്ടുണ്ട്. ലൈൻ എ ബി, ഈ എ ബി എന്ന് പറയുന്ന ആ ഒരു ടാൻജന്റ് ആണ് ഇവിടെ വരച്ചേക്കുന്നത്. അതേപോലെ എഫ് ജി എന്ന് പറയുന്ന ടാൻജന്റ് ഇവിടെയും വരച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് ഏത് സ്ലോപ്പിലാണ് അത് പോയിരിക്കുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡയഗ്രാം വരച്ചേക്കുന്നത്. അതേപോലെ സ്റ്റോറേജ് കപ്പാസിറ്റി എത്ര ആണെന്നും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഈ രണ്ട് ഗ്രാഫും അല്ലെങ്കിൽ രണ്ട് ടാൻജൻസും ഒന്ന് ശ്രദ്ധിച്ചേ. ഈ രണ്ട് ലൈൻസ് നോക്കുമ്പോൾ ഇതിൽ ഏത് ലൈൻ ആണോ അല്ലെങ്കിൽ ഏത് ടാൻജന്റ് ആണോ നല്ല ഫ്ലാറ്റസ്റ്റ് ആയിട്ട് പോകുന്നത്? ഇപ്പം രണ്ടും സ്ലോപ്പി ആയിട്ട് കിടക്കുക, എന്നാലും കുറച്ചും കൂടെ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്നത്, ഇതിനെക്കാട്ടി കുറച്ചും കൂടെ താഴ്ന്നു കിടക്കുന്ന ഈ എഫ് ജി എന്ന് പറയുന്ന ലൈൻ അല്ലെ? ഏറ്റവും ഫ്ലാറ്റസ്റ്റ് ഏത് ലൈൻ ആണോ ആ ലൈൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിമാൻഡ് കർവ് നോക്കുന്നത്. ഈ കർവ് നമ്മൾ ഡിമാൻഡ് കർവ് ഓൾറെഡി പഠിച്ചല്ലോ. അപ്പം ഈ ഡിമാൻഡ് കർവിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എഫ് ജി എന്ന് പറയുന്ന ലൈൻ ആണ് എടുത്തേക്കുന്നത്. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ സേഫ് ഫീൽഡ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഏറ്റവും ഫ്ലാറ്റസ്റ്റ് ആയിട്ടുള്ള ലൈൻ എത്ര ഹൈറ്റിലാണോ കിടക്കുന്നത് ആ ഹൈറ്റ് ആയിരിക്കും നമ്മൾ സേഫ് ഫീൽഡ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈനിന്റെ ഏറ്റവും ഫ്ലാറ്റസ്റ്റ് ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ റിസർവെയറിന്റെ ഈൽഡ് എന്ന് പറയുന്നത്, അതായത് സേഫ് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, കാൽക്കുലേഷൻ പാർട്ട് ഒന്നും നിങ്ങൾക്കില്ല, ഇതെങ്ങനെയാണെന്ന് മാത്രം അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഈ ഫിഗേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, താങ്ക് യു.